Welcome to the YouTube channel of Farooq Higher Secondary School. Myself, Beena Begum, Faculty Member, Department of Zoology, Farooq Higher Secondary School. I think you may watch two classes conducted by Ashim Sir and Rashmi Miss. In that, they discussed about the human male reproductive system, structure of sperms, and spermatogenesis. Today, we are going to discuss the human female reproductive system. Just like a male reproductive system, female reproductive system also consists of four components: a pair of primary sex organs, duct system, external genitalia, and accessory glands. First, we can see the primary sex organ. You know, primary sex organ in human female are a pair of ovaries. There are a pair of ovaries. Ovaries lies in the abdomen and they are attached to the pelvic wall and the uterus by ligaments. അതായത് ഓരോ ഓവറിയും അവിടെ ആ പൊസിഷനിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത് ലിഗമെൻറ്റ്സ് വെച്ചിട്ട് പെൽവിക് വോളിലേക്കും അതേപോലെ യൂട്രസിലേക്കും അറ്റാച്ച് ചെയ്തിട്ടാണ്. Each ovary, you know, ovaries are oval in shape, 2 to 4 centimeter length they have, and in each ovary there is a stroma. അതായത് ഓരോ ഓവറിയിലും എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു മാട്രിക്സ് ആണ്. അതിന് നമ്മൾ സ്ട്രോമ എന്ന് പറയും. ഈ സ്ട്രോമയ്ക്ക് ഒരു ഔട്ടർ സർഫസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് കോർട്ടെക്സ്, and the inner portion or the interior is called medulla. The outer cortex is covered by a connective tissue layer that is called tunica albuginea. Then in the stroma, that means in the medulla of the stroma, there is an epithelium that is called germinal epithelium. This germinal epithelium gives rise to follicle cells, and the follicle cells develop or carries ovum. അപ്പോൾ ഓരോ ഓവറിയിലും ഒരു സ്ട്രോമ ഉണ്ട്. സ്ട്രോമയ്ക്ക് ഒരു ഔട്ടർ സർഫസ് കോർട്ടെക്സ് എന്ന് പറയും നമ്മൾ, ഇൻറ്റീരിയർ മെഡുല്ല. ഈ കോർട്ടെക്സിന് ഒരു കവറിങ് ഉണ്ട്, അതിനാണ് ട്യൂണിക്ക ആൽബിജിനിയ എന്ന് പറയുന്നത്. മെഡുല്ല ഈസ് കവേർഡ് ബൈ എ ജേർമിനൽ എപ്പിത്തീലിയം. ഈ ജേർമിനൽ എപ്പിത്തീലിയത്തിലാണ് ഫോളിക്കിൾ സെൽസ് ഉണ്ടാവുന്നതും ഈ ഫോളിക്കിൾ സെൽസിൻ്റെ ഉള്ളിലാണ് ഓവം ഉണ്ടാവുന്നതും. ദാറ്റ്സ് അബൌട്ട് ദി ഓവറി. Then we can see the duct system. Duct system start from a pair of oviduct, അല്ലെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ്യൂൾ എന്ന് പറയും. ഈച്ച് ഫെലോപ്പിയൻ ട്യൂബ്യൂൾ ഹാവ് എ ലെങ്ത് ഓഫ് 10 to 12 centimeter. ഓരോ ഓവറിയോടും ചേർന്ന് ഓവിഡക്റ്റ് ഉണ്ട്. ഈ ഓവിഡക്റ്റിൻ്റെ ഓവറിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തെ നമ്മൾ ഒരു ഫണൽ പോലെയാണ് ഇരിക്കുന്നത്. ആ ഫണൽ പോലെ ഇരിക്കുന്ന ഭാഗത്തിന് ഇൻഫൻറ്റിബുലം എന്ന് പറയും. ഈ ഇൻഫൻറ്റിബുലത്തിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ദീസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ കോൾഡ് ഫിംബ്രിയെ. ഈ ഫിംബ്രിയയാണ് ഓവുലേഷൻ്റെ സമയത്ത് അബ്ഡോമിനിലേക്ക് ഫോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വീഴുന്ന ഓവത്തെ ഫെലോപ്പിയൻ ട്യൂബിനുള്ളിലേക്ക് കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് കളക്ട് ചെയ്യുന്നത്. ഇനി ഈ ഇൻഫൻറ്റിബുലം ദാറ്റ് ലീഡ്സ് ടു a swollen part that is called ampulla. Then that ampulla leads to a narrow tube that is called isthmus. അങ്ങനെ ഓരോ ഓവിഡക്റ്റ്, രണ്ട് ഓവറിക്കും ഓരോരോ ഓവിഡക്റ്റുകൾ ഉണ്ട്. ഈ രണ്ട് ഓവിഡക്റ്റിൻ്റെയും ഇസ്തമസ് എന്ന് പറയുന്ന ആ ഭാഗം വന്നു ചേരുന്നത് ഒരു കോമൺ ഡക്ട് ചേംബറിലേക്കാണ്. അതാണ് നമ്മുടെ ഡക്ട് സിസ്റ്റത്തിൻ്റെ അടുത്ത പാർട്ട്, ദാറ്റ് ഈസ് യൂട്രസ്. ഇസ്തമസ്, രണ്ട് ഭാഗത്തു നിന്നുള്ള ഇസ്തമസ് വന്നിട്ട് യൂട്രസ് എന്ന് പറയുന്ന ഒരു ചേംബറിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ യൂട്രസ് എന്ന് പറയുന്നത് നമ്മൾ ഊംബ് എന്നും പറയും. സോ ദിസ് യൂട്രസ് കൺസിസ്റ്റ് ഓഫ് 3 layers. യൂട്രസിന് 3 layers ആണുള്ളത്. ഔട്ടർ ലെയർ ദാറ്റ് ഈസ് കോൾഡ് പെരിമെട്രിയം, മിഡിൽ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം, ആൻഡ് ഇന്നർ ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഔട്ടർ ലെയർ പെരിമെട്രിയം എന്ന് പറയുന്നത് ഒരു മെംബ്രേനിയസ് ലെയർ ആണ്, പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ഫങ്ഷൻ. മിഡിൽ ലെയർ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മസിൽസ്, and these muscles help
അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് യൂട്രസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഈ മസിൽസാണ് ചെയ്യുന്നത്. അപ്പോൾ മയോമെട്രിയം എന്ന് പറഞ്ഞാൽ മസിൽസ് കൊണ്ടുള്ള ഒരു ലെയറാണ്. ഇന്നർ ലെയർ ദാറ്റ് ഈസ് കോൾഡ് എൻഡോമെട്രിയം. ദിസ് എൻഡോമെട്രിയം ഇസ് എ ഗ്ലാൻഡുലാർ ലെയർ. ദാറ്റ് മീൻസ് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ ലെയറിൽ ഒരുപാട് ഗ്ലാൻഡ്സ് ഉണ്ട്. ഫീമെയിലിൽ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഒരു പ്രധാന റോൾ വഹിക്കുന്നത് ഈ എൻഡോമെട്രിയമാണ്. റീപ്രൊഡക്റ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ചേഞ്ചസ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി എൻഡോമെട്രിയൽ ലെയർ. അത്രയാണ് യൂട്രസ് എന്ന് പറയുന്ന ആ ഒരു ചേമ്പറിനെ പറ്റി പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡക്റ്റ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗമാണ് ദ യൂട്രസ് ലീഡ് ടു എ സെർവിക്സ്. സെർവിക്സിൻ്റെ ഉള്ളിലൊരു കനാലുണ്ട്, ദാറ്റ്സ് കോൾഡ് സെർവിക്കൽ കനാൽ. സെർവിക്സ് ലീഡ്സ് ടു ദി നെക്സ്റ്റ് ട്യൂബ് ഓർ നെക്സ്റ്റ് ഡക്റ്റ് ദാറ്റ് ഈസ് കോൾഡ് വെജൈന. ഈ സെർവിക്കൽ കനാലും വെജൈനയും കൂടെ ചേരുന്നതാണ് ബർത്ത് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡക്റ്റ് സിസ്റ്റം. ദെൻ നെക്സ്റ്റ് പാർട്ട് ഓഫ് അവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഇൻ ഫീമെയിൽ. ഫീമെയിലിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ മോൺസ് പ്യൂബിസ്, ലേബിയ മജോറ, ലേബിയ മൈനോറ ആൻഡ് ക്ലിറ്റോറിസ്, ഇത്രയും ഭാഗങ്ങളാണുള്ളത്. മോൺസ് പ്യൂബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാറ്റി കുഷനാണ് that is covered by skin and hair. Then another the next part is the fleshy lobe, a fleshy lobe that is seen descending from the mons pubis, that is called labia majora. Then inner to the labia majora there is another lobe that is called labia minora. At the junction of the labia minora, there is a finger-like projection called clitoris. These are the parts of the external genitalia. Then, in the vagina, the vaginal membrane, where there is a membrane in the vagina that is called hymen. So, these are the parts of the external genitalia. That means external genitalia consist of a fatty cushion like mons pubis, then a fleshy lobe, a large fleshy lobe that is called labia majora. Inner to the labia majora there is a labia minora. Then at the junction of the labia minora there is a finger-like projection that is called clitoris. So these are the parts of the external genitalia in female. Then the next part of the reproductive system that is glands. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാമറി ഗ്ലാൻസ് ആണ്. നിങ്ങൾക്കറിയാം എല്ലാ ഹ്യൂമൻ ഫീമെയിൽ അതായത് എല്ലാ മാമൽസിൻ്റെയും ഒരു യുണീക്ക് ഫീച്ചറാണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് സെക്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു റോള് മാത്രമല്ല, ഒരുപാട് ഫങ്ഷൻസ് അതായത് ഓവുലേഷൻ, ഫെർട്ടിലൈസേഷൻ, ബർത്ത്, അതിന് ശേഷം ചൈൽഡ് കെയർ, ഇത് വരെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു റോള് മാമറി ഗ്ലാൻസിനുണ്ട്. നമുക്കറിയാം 2 മാമറി ഗ്ലാൻസ് അല്ലെങ്കിൽ ഒരു പെയർ മാമറി ഗ്ലാൻസ് ആണ് ഉള്ളത്. ഈ മാമറി ഗ്ലാൻസിൻ്റെ ഉള്ളിൽ 2 തരം ടിഷ്യൂസ് ഉണ്ട്, ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഫാറ്റി ടിഷ്യൂസും. ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂസിൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ്ടൊരു 15 to 20 ലോബ്സ് ഉണ്ട്. ഓരോ മാമറി ഗ്ലാൻഡിൻ്റെയും ഗ്ലാൻഡുലാർ ടിഷ്യൂവിൽ 15 to 20 ലോബ്സ് ഉണ്ട്. ദീസ് ആർ കോൾഡ് മാമറി ലോബ്സ്. ഈ മാമറി ലോബ്സിൻ്റെ ഉള്ളിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് ആൽവിയോളൈ ക്യാൻ ബി സീൻ. അതായത് കൂട്ടമായിട്ട് ആൽവിയോളൈസ് ഉണ്ട്. ഈ ആൽവിയോളൈൻ്റെ ഉള്ളിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ ആൽവിയോളയിൽ നിന്നും ചെറിയ ചെറിയ ട്യൂബ്യൂളുകളുണ്ട്. ഈ ട്യൂബ്യൂളുകളെ മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയും. ഈ മാമറി ട്യൂബ്യൂൾസ് ഒരുപാട് മാമറി ട്യൂബ്യൂൾസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാമറി ട്യൂബ്യൂൾസുകൾ വീതം ചേർന്നിട്ട് മാമറി ഡക്റ്റുകളായി മാറും. ഈ മാമറി ഡക്റ്റുകൾ ചേർന്നിട്ട് മാമറി ആംപുളായി മാറും. പിന്നീട് ഈ മാമറി ആംപുളാസ് ചേർന്നിട്ട് ഒരു ലാക്റ്റിഫറസ് ഡക്റ്റായി മിൽക്ക് പ്രൊജക്റ്റ് ചെയ്യും, അതായത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടും. അത് നിപ്പിളിൽ കൂടെ സക്ക് ചെയ്യും. അങ്ങനെയാണ് മാമറി ഗ്ലാൻഡ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ മാമറി ഗ്ലാൻസിന് ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഉണ്ട്, ഫാറ്റി ടിഷ്യൂസും ഉണ്ട്. ഗ്ലാൻഡുലാർ ടിഷ്യൂസിൽ ഒരുപാട് ലോബ്സ് ഉണ്ട്. ഈ ലോബ്സിൻ്റെ ഉള്ളിൽ ആൽവിയോളൈ ഉണ്ട്. ആൽവിയോളൈൻ്റെ ഉള്ളിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന മിൽക്ക് മാമറി ട്യൂബ്യൂൾ വഴി, മാമറി ഡക്റ്റ് വഴി, ആംബുലറി ഡക്റ്റ് വഴി, ലാക്റ്റിഫറസ് ഡക്റ്റിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരു പെയർ ഓവറി ഉണ്ട്, ഒരു പെയർ ഓവിഡക്റ്റ് ഉണ്ട്, പിന്നീടുള്ളത് ഒരു കോമൺ ചേംബർ യൂട്രസ് ആണ്. യൂട്രസ് കഴിഞ്ഞിട്ട് സെർവിക്സ് കഴിഞ്ഞിട്ട് വെജൈന. ഇത്രയുമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ച് പാർട്സ് ലേബൽ ചെയ്യുക. അതേപോലെ തന്നെ മാമറി ഗ്ലാൻസ് അതായത് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, മിൽക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന അല്ല ഒരു ഫ്ലോ ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, താങ്ക് യു.